അപ്പോൾ നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്ന പറഞ്ഞ ഫുഡ് ഈറ്റിംഗ് ഷോയാണ്. ഓക്കെ, ഈറ്റിംഗ് ഷോ. സാധാരണ നമ്മൾ കാണാറുള്ളത് ഈറ്റിംഗ് ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറച്ചിയോ മീനോ മുട്ടയോ അതുമാതിരി ഉള്ള ഐറ്റംസും അതുമാതിരി ചോറുണ്ണലോ അല്ലെങ്കിൽ നമ്മുടെ ചാപ്പാട് രമ്മനൊക്കെ മാതിരി അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ കാണുക. പക്ഷെ ഇന്ന് നമ്മളിത് ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെൽത്തി ചാനലുള്ളൂ. അപ്പോൾ നമ്മളൊരു വെറൈറ്റി ഫുഡാണ് നമ്മളിൽ കാണിക്കുന്നത്. വെറൈറ്റി ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലേ. അപ്പോൾ ഇതിൽ എന്ന് പറഞ്ഞാലേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സ്, ഡിഫറെൻ്റ് ഒരുപാട് ഫ്രൂട്ട്സുകളുണ്ട്. കഴിഞ്ഞാൽ ആപ്പിൾ ഉണ്ട്, കിവി ഉണ്ട്, പെയറുണ്ട്, പിന്നെ ആപ്രിക്കോട്ട് ഉണ്ട്, പിന്നെ നെക്ടർ ഉണ്ട്, പിന്നെ ഒലിവ്സ് ഉണ്ട്, ഗ്രേപ്സ് ഉണ്ട്. ഗ്രേപ്സ് എന്ന് പറഞ്ഞാൽ മുന്തിരി. ആൻഡ് പിന്നെ അവക്കാഡോ ഉണ്ട്. അവക്കാഡോ മനസ്സിലല്ലേ, മറ്റേ ബട്ടർ ഫ്രൂട്ട് എന്ന് പറയും. പിന്നെ കശുവണ്ടി ഇട്ടിട്ടുണ്ട്. പിന്നെ ബ്രസീൽ നട്ട് എന്ന് പറഞ്ഞ സാധനമുണ്ട്. പിന്നെ പേക്കൻ എന്ന് പറഞ്ഞൊരു നട്ടുണ്ട്. പിന്നെ കപ്പലിൻ്റെ ഉണ്ട്, നമ്മുടെ കപ്പലിൻ്റെ. പക്ഷെ പച്ചക്കപ്പലിൻ്റെ ഇട്ടിട്ടുണ്ട്. പിന്നെ മാങ്ങിൻ്റെ ഇട്ടാ, മാങ്ങിൻ്റെ. അപ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. പിന്നെ മത്തങ്ങയുടെ കുരു, പിന്നെ സൂര്യകാന്തിയുടെ കുരു, സൂര്യകാന്തിയുടെ കുരു സീഡ്. ഓക്കെ ഉണ്ട്. ഈ സീഡും കുരു തന്നെ ഒന്ന് തന്നെയാണോ? പിന്നെ ഒരുപാട് സാധനങ്ങളുണ്ട്. പിന്നെ ഒരുപാട് ഓയിൽസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ മറ്റേ വീഡിയോസിൽ ഞാൻ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഓൾറെഡി, ഇതെങ്ങനെ ഉണ്ടാക്കുന്നുള്ളത്. നിങ്ങൾ അത് നോക്കി കാണാം. ഓക്കെ, അപ്പോൾ ഈറ്റിംഗ് ഷോയാണ് കേട്ടോ. ഇപ്പുറത്തെ നമുക്ക് ഗ്രീൻ ടീ ഉണ്ട്. ഓക്കെ, ഗ്രീൻ ടീ ഉണ്ട്. ഓക്കെ, ഗ്രീൻ ടീ ഇത് കഴിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ആരംഭിക്കാം. ഈറ്റിംഗ് ഷോ, വെരി ഹെൽത്തി ഫുഡ്. പിന്നെ ഞാനിപ്പോൾ ഇരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബാൽക്കണിയിലാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാം ബാക്കിൽ കിളികളുടെ ആരവം കേൾക്കാം. അപ്പോൾ നമ്മൾ താമസിക്കുന്ന പറഞ്ഞാൽ സ്വിറ്റ്സർലൻഡിലത്തെ മൂന്നാമത്തെ ഏറ്റവും വലിയ സിറ്റിയിൽ ബാസലാണ് താമസിക്കുന്നത്. നമ്മുടെ ചങ്ക് ബ്രോസിനൊക്കെ അറിയുന്നവർ തന്നെ. ശരിക്കും നഗരത്തിൽ തന്നെയാണ് നമ്മൾ. അപ്പോൾ സ്വിറ്റ്സർലൻഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നഗരത്തിലായാലും നമുക്ക് ഇങ്ങനെ കുരുവികളുടെ ശബ്ദമൊക്കെ കേട്ട് നമുക്ക് ഇരിക്കാം. അപ്പോൾ നമുക്ക് കഴിക്കാം. നമുക്ക് ഇന്ന് കാലത്ത് യോഗ പഠിപ്പിക്കണ്ടായിരുന്നു. പ്രൈവറ്റ് യോഗം പഠിപ്പിക്കണ്ടായിരുന്നു. അതിൻ്റെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ 1:30 ഉച്ചയ്ക്ക്. ആദ്യത്തെ ഭക്ഷണം ഇപ്പോഴാണ് കഴിക്കുന്നത്. പഴം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വെതറൊക്കെ ചേഞ്ച് ആയിട്ട് വെയിലൊക്കെ ഒന്നുകൊണ്ട്. അപ്പം എൻ്റെ ബാൽക്കണി എന്ന് പറഞ്ഞാൽ കിച്ചൺ ആ സൈഡാണ്, ശരിക്കും നമ്മുടെ റോഡിനോട് ചേർന്നാണ്. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ റോഡിനോട് ചേർന്നല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്വയറ്റായിട്ടുള്ള സ്ഥലം കിട്ടും.
വീഡിയോയിൽ ഞാൻ അത്ര സെൻറ്ററിലല്ല ഇരിക്കുന്നല്ല, പക്ഷെ വെയിലതാവും. വെയിലത ചോറുന്നില്ല കേട്ടോ. സാധാരണ മീറ്റിംഗ് ഷോയിൽ സംസാരിക്കാറില്ല, ഒരു വെറൈറ്റി സംസാരിക്കല്ലേ. അല്ലേ എല്ലാ ശബ്ദം കുരുവികളുടെയും ഇതൊക്കെ നിങ്ങൾക്ക് ആസ്വദിച്ച് കഴിയാം. എന്നാലും എൻ്റെ ചേട്ടൻ എനിക്കൊരു വോയിസ് മെസ്സേജ് അയച്ചേ നാട്ടിൽ നിന്ന്. അപ്പോൾ അവനോട് പറയാം അവൻ പാടത്താണ്ട് വെച്ചിട്ടാണ് ഈ വോയിസ് മെസ്സേജ് അയക്കുന്നത്. നീ വേണമെങ്കിൽ ശബ്ദമൊക്കെ കേട്ടോ. നഗരങ്ങളിൽ ജീവിക്കുന്നവർക്ക് ചുറ്റത്ത് ജീവിക്കുന്നവർക്ക് ഈ സൗണ്ടും കേൾക്കാൻ പറ്റില്ല. ഇങ്ങനെ നാട്ടിൻപുറ സൗണ്ടുകളും പിന്നെ ചിവീടുകളും ഇങ്ങനത്തെ കുരുവി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഞാൻ അവനോട് ഇവിടെ ഉച്ചയ്ക്ക് ഒരു വോയിസ് മെസ്സേജ് അയച്ചിടത്തേക്ക് പാലക്കാട് സൗണ്ട് കേൾക്കണ്. മറ്റുള്ള നഗരങ്ങളെ മാറിയില്ല, സ്വിറ്റ്സർലൻഡിലത്തെ നഗരങ്ങൾ അതൊരു സ്വർഗമാണ്. അപ്പൊ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് ഓരോരുത്തർ അമേരിക്കയിലേക്ക് പോകാൻ ഇഷ്ടമാണ്, ഇംഗ്ലണ്ടിലേക്ക് പോകാൻ ഇഷ്ടമാണ്. ആർക്കും സ്വിറ്റ്സർലൻഡ് അവരുടെ ഡെസ്റ്റിനേഷൻ ആയിട്ട് പറയുന്നില്ലല്ലോ. പിന്നെ ഓസ്ട്രിയ, സ്വിറ്റ്സർലൻഡിനെ പറ്റി അറിയാണ്ട. സ്വിറ്റ്സർലൻഡിൽ 3 മാസം ജോലി ചെയ്യുകയാണെങ്കിൽ ഇറ്റലിയിലൊക്കെ അവർ 1 വർഷം ജോലി ചെയ്യുന്ന കാശ് നമുക്ക് സ്വിറ്റ്സർലൻഡിൽ 3 മാസം കൊണ്ട് ഉണ്ടാക്കാം. ചിലപ്പോൾ 2 മാസം മതി. അറിയോ? ഞാനിതെല്ലാ രാജ്യത്തെ പറ്റി ഞാൻ ഈ രാജ്യങ്ങളൊക്കെ ഞാൻ പോയിട്ടുള്ള വ്യക്തിയാണ്. എനിക്കറിയാം. പിന്നെ നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ താമസിക്കുന്നതാണ്. പിന്നെ ഇംഗ്ലണ്ട്, UK. ഓക്കെ, UK സാലറി വളരെ കുറവാണ്. ഞാൻ പറഞ്ഞു, UK ഒരു മണിക്കൂറിന് എനിക്ക് 7 പൗണ്ട് 8 പൗണ്ടൊക്കെയാന്ന് തോന്നുന്നു. ഓക്കെ, ഇവിടെ അത്യാവശ്യം 20 പൗണ്ടോളം കിട്ടും. ഓക്കെ, അത്ര വ്യത്യാസമുണ്ട്. പിന്നെ മീൻസ് ഒരു 800 രൂപ UK കിട്ടണമെങ്കിൽ 1 മണിക്കൂറിന് ഇവിടെ ഒരു 2000 എമൗണ്ട് കിട്ടും. ഓക്കെ, പിന്നെ ഇംഗ്ലണ്ടിൽ എന്ന് പറഞ്ഞാൽ ട്രാവലിംഗ് എക്സ്പെൻസ് ഭയങ്കര ഹൈ ആണ്. പക്ഷെ നിങ്ങൾ ഏൺ ചെയ്യുന്നത് വളരെ കുറച്ചു. ഇവിടെ ട്രാവലിംഗ് എക്സ്പെൻസ് വളരെ ഹൈ ആണ്. പക്ഷെ ഇവിടെ നിങ്ങൾ ഏൺ ചെയ്യുന്നത് വളരെ ഹൈ. UK ചില 3-4 ഇരട്ടി സാലറിയാണ് സ്വിറ്റ്സർലൻഡിൽ. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കി അവിടെ എന്തോരം ദുരിതപൂർണമായിരിക്കുന്നു അവിടുത്തെ ട്രാവലിങ്. സ്വിറ്റ്സർലൻഡിൽ ട്രാവലിംഗ് വളരെ എക്സ്പെൻസീവ് ആണ്. പക്ഷേ നിങ്ങൾ ഇവിടെ താമസിക്കുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് ഡീലുകൾ കിട്ടും. അപ്പം നമ്മുടെ നാട്ടിലത്തെ മാതിരി
നമ്മുടെ നാട്ടിലത്തെ മാതിരി സീസൺ ടിക്കറ്റ് ഉണ്ടല്ലോ ട്രെയിനിൽ, അതുമാതിരി സീസൺ ടിക്കറ്റ് UK-യിലുണ്ട്, ഇവിടെ ഉണ്ട്. UK-യിൽ ഒരു സിറ്റിയിൽ നിന്ന് ലണ്ടൻ വരെ പോകും. ഞാൻ താമസിച്ച സിറ്റിയിൽ ഞാൻ UK-യിലുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ പറയുമ്പോൾ എല്ലാ അനുഭവത്തിൻ്റെ വിളിച്ചെന്ന് പറയുന്നത് എല്ലാം അറിയുന്നതാണ് നമുക്ക്. ഓക്കെ, സംസാരിക്കുമ്പോൾ ഒത്തിരി ഗ്യാപ്പ് ഉണ്ടാവില്ല. UK-യിൽ നമ്മളുടെ ഒരു യോഗ സ്റ്റുഡൻറ്റ് പറഞ്ഞത് ഒരു വർഷത്തേക്ക് സീസൺ ടിക്കറ്റ് UK അല്ല ഈ ലണ്ടൻ ടു നമ്മുടെ സിറ്റി വരെ മാത്രം, ഓക്കെ, 1 മണിക്കൂർ യാത്രയ്ക്ക് ഒരു കൊല്ലത്തേക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 6 ലക്ഷം രൂപയോളം ഒരു കൊല്ലത്തേക്ക്. ഓക്കെ, അതും ഇവർക്ക് ഒരു 1.25 മണിക്കൂറോളം ഈ റൂട്ടിൽ മാത്രം സഞ്ചരിക്കാൻ പറ്റുള്ളൂ. ഇതുകൊണ്ട് വേറെ ഇപ്പോൾ മാഞ്ചസ്റ്ററോ അതുമാതിരി ലിവർപൂൾ അവിടേക്ക് ഒന്നും പോകാൻ പറ്റില്ല. ഈ ഒരു സീസൺ ടിക്കറ്റ് കൊണ്ട് ഈ ഒറ്റ ഡെസ്റ്റിനേഷൻ മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഓക്കെ, തൊട്ട് അപ്പുറത്ത് കുറച്ച് സുന്ദരി കുട്ടികളൊക്കെ താമസിക്കുന്നുണ്ട്. നോക്ക് അവർ ഇരിക്കുന്നുണ്ടോ അവിടെ. UK-യിൽ 6 ലക്ഷം ഒരു 5-6 ലക്ഷം രൂപ ഒരു കൊല്ലത്തേക്ക് സീസൺ ടിക്കറ്റിന് വേണം. അതും അവർക്ക് ബസ് യൂസ് ചെയ്യാൻ പറ്റില്ല, ട്രാം യൂസ് ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല, ട്രെയിന് മാത്രം. അത് സ്വിറ്റ്സർലൻഡ് മുഴുവൻ നിങ്ങൾക്ക് യാത്ര ചെയ്യുന്നതിന് സ്വിറ്റ്സർലൻഡിലത്തെ ട്രെയിൻ, ട്രാംസ്, ബസ്, പിന്നെ കപ്പല്, ബോട്ട്, എന്തൊക്കെ അവൈലബിൾ ഉണ്ടോ ഈ രാജ്യത്ത് സ്വിറ്റ്സർലൻഡിന് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഉള്ള എല്ലാത്തിലും നിങ്ങൾക്ക് ഈ സീസൺ ടിക്കറ്റ് യൂസ് ചെയ്യാം. അതിന് എത്ര കാശ് വരുന്നറിയോ? ഏകദേശം ഒരു 2.5 ലക്ഷം രൂപ വരുള്ളൂ. അവിടെ 5-6 ലക്ഷം ഒരു വർഷത്തേക്ക് സീസൺ ടിക്കറ്റ് ലണ്ടനിലേക്ക്. ലണ്ടൻ ടു ചെറിയ ബാഗില് ഒരു ഇതുണ്ട്, വർക്ക്ഷോപ്പ് ഉണ്ട്, അതിന് വരുന്നത് ഇടയ്ക്കുള്ള അത് ഇന്നുണ്ടാ എന്ന പണിയുള്ളതാണ്. അപ്പം സ്വിറ്റ്സർലൻഡ് എന്ന് പറഞ്ഞാൽ രാജ്യം മുഴുവൻ നിങ്ങൾക്ക് ഏത് ട്രാൻസ്പോർട്ടേഷനും നിങ്ങൾക്ക് പോവാം. അവിടെ ഈ കാശ് വരുന്നുള്ളൂ. അവിടെ ഒറ്റ ഒരു ഇതിനു വേണ്ടി മാത്രം കാശ് വരുന്നത്. പ്ലസ് അവിടെ ആൾക്കാർ ഹൈ പൊസിഷനുള്ളവർക്കൊക്കെ സാലറിക്ക് ഉണ്ടായിരിക്കും കേട്ടോ, സാലറിക്ക് ഉണ്ടായിരിക്കും. പക്ഷെ സാധാരണഗതിയിൽ ഉള്ള ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ 3-4 ഇരട്ടിയാണ് ഇവിടെ സാലറി കൂടുതൽ. ഓക്കെ, പിന്നെ UK-യിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റെന്റ് ഭയങ്കര ഹൈ ആണ്. ഇപ്പൊ എൻ്റെ ഫ്ലാറ്റിന് സ്വിറ്റ്സർലൻഡിലെ ബാസില് ഇതല്ല ഫ്ലാറ്റാ, അങ്ങനത്തെ സ്ഥലം പോയിട്ടുണ്ട്. ഇത് ഞാൻ പേ ചെയ്യുന്ന ഏകദേശം ഒരു മാസം 1 ലക്ഷം രൂപ ഏകദേശം എനിക്ക് ചിലവുണ്ട്. 1 ലക്ഷം. ഇതുമാതിരത്തെ ഒരു സൂപ്പർ ഫ്ലാറ്റ് ലണ്ടനിൽ നല്ല സ്ഥലത്ത്, കാതലായ സ്ഥലത്ത് നിങ്ങൾ ഈ സാധനം തലയിൽ കുറെ എണ്ണയുണ്ട് കാരണം നോക്കിയത്. അപ്പം കാതലായിട്ടുള്ള സാധനം സ്ഥലത്ത് നിങ്ങൾ ലണ്ടനില് കാതലായ സ്ഥലത്ത് ഇതുമാതിരി പ്രശാന്തരമായ സ്ഥലങ്ങൾ കുറവായിരിക്കും അവിടെ. ഇങ്ങനത്തെ നിങ്ങൾ ലണ്ടനിൽ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഇവിടെ ഞാൻ 1 ലക്ഷം കൊടുക്കുന്നുള്ളൂ, അവിടെ ഒരു 5 ലക്ഷം രൂപയും കൊടുക്കേണ്ട ഒരു മാസം ഈ സാധനം കിട്ടണം. ഒരു 5 ലക്ഷം രൂപയും നിങ്ങൾ അവിടെ കൊടുക്കേണ്ടി വരും ലണ്ടനിൽ ഇത് മറ്റേ ഫ്ലാറ്റ് കിട്ടണമെങ്കിൽ. അപ്പോൾ മനസ്സിലല്ലേ, റെന്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഹൈ ആണ് ലണ്ടനിൽ. പ്ലസ് സെയിം ടൈം
സെയിം ടൈം സാലറി വളരെ കുറവും. അപ്പൊ നിങ്ങൾ ഇതുമാതിരി ഇങ്ങനെ നമ്മളെപ്പോഴും ഒരു രാജ്യത്തേക്ക് പോകുമ്പോൾ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാലറി മാത്രം, എക്സ്പെൻസ് എല്ലാം നോക്കണം. സ്വിറ്റ്സർലൻഡിൽ എക്സ്പെൻസീവ് ആണ്, ലൈഫ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പക്ഷെ ഇവിടെ അതിനുള്ള സാലറി ഉണ്ട്, പ്ലസ് സാലറി ഉണ്ട്. പക്ഷെ ചില കാര്യങ്ങൾ വളരെ ചീപ്പാണ്. UK പോയി ജീവിച്ച ആള് സ്വിറ്റ്സർലൻഡിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം ചീപ്പായിരിക്കും ഇവിടെ. എന്താ കാരണം സാലറി കൂടിയത് കൊണ്ട് കേട്ടാ. അവിടെ സാലറി കുറവും എല്ലാം ആയ കാശും. അപ്പൊ പിന്നെ UK സ്വിറ്റ്സർലൻഡിലും പിന്നെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UK കാലത്ത് 6 തൊട്ട് ഏകദേശം 9 മണി വരെ നിങ്ങൾക്ക് ട്രെയിനിൽ സഞ്ചരിക്കണമെങ്കിൽ നിങ്ങൾക്ക് പറമ്പ് വെക്കേണ്ടി വരും. ഭയങ്കര പൈസയാ. സാധാരണ ആരും യാത്ര ചെയ്യില്ല ഈ സമയത്ത്. ഞാൻ ലണ്ടനിലത്തെ സിറ്റിയിലല്ല കേട്ടാ, പുറത്തേക്കുള്ള ട്രെയിനിങ്ങിന് 1 മണിക്കൂറൊക്കെ 1.5 മണിക്കൂറൊക്കെ പോകുന്ന ട്രെയിനുകളുണ്ടല്ലോ, ലണ്ടൻ ടു സ്മോൾ സിറ്റീസ്. ഓക്കെ, ഭയങ്കര പൈസയാണ്. സാധാരണ ആരും യാത്ര ചെയ്യില്ല നേരത്ത്. യാത്ര ചെയ്യുന്നവർ മുഴുവൻ സീസൺ ടിക്കറ്റ് തരാം. സീസൺ ടിക്കറ്റ് കുഴപ്പമില്ല, അവർക്ക് ഏത് സമയത്തും യാത്ര ചെയ്യാം. ഓക്കെ, അപ്പോ സ്വിറ്റ്സർലൻഡിൽ നിങ്ങൾക്ക് ഏത് സമയം ഒരേ കാശാ. പിന്നെ ഫുഡ് ക്വാളിറ്റി, ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിൽ എന്ന് പറഞ്ഞാൽ ട്രെയിനൊക്കെ ഭൂരിഭാഗം സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ജാമ്പവാന്റെ കാലത്തുള്ള ട്രെയിനുകളാണ്. തണുപ്പ് കാലത്തൊക്കെ ഇത് ലീക്കായിട്ട് ചൂട് വരും, അല്ല തണുപ്പടിയും. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ കൊച്ചമാതിരി കല്ലടരേക്ക് ബസ്സൊക്കെ വരില്ലേ തൃശ്ശൂരൊക്കെ, സൂപ്പർ ട്രെയിൻസ് അവിടെ. ഞാൻ എൻ്റെ വീഡിയോസ് കണ്ടില്ലേ, അടിപൊളി ട്രെയിൻസാ. അപ്പൊ നോക്കി വ്യത്യാസം നോക്കിയാ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം നല്ല വൃത്തിയും വെടുക്കണം. ഇതിന്റെ പകുതി പോലും വൃത്തിയും വെടുപ്പ് അവിടെ ഇല്ല. ഓക്കെ, പിന്നെ ക്രൈംസ്, ഇവിടെ ക്രൈംസേ ഇല്ല സ്വിറ്റ്സർലൻഡില്. പിന്നെ പോസിറ്റീവ് പാർട്ട്, UK പോസിറ്റീവ് പാർട്ട് ഇവിടത്തെ വെച്ച് നോക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷുകാർ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഓക്കെ, ബ്രിട്ടീഷുകാർ. ഇവിടുത്തെ ആൾക്കാർ ഫ്രണ്ട്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് സമയം വേണം, പെട്ടെന്ന് ഇവർ ഫ്രണ്ട്സ് ആവില്ല നമ്മളെടുത്ത്. ഓക്കെ, പക്ഷെ ഇവർ ഫ്രണ്ട് ആവണമെങ്കിൽ അവർ ചങ്കായിട്ട് കൊണ്ടുനടക്കും. പക്ഷെ ഇംഗ്ലണ്ട് ഒരു ഫ്രണ്ട്ലിയാണ്, നല്ല പെരുമാറ്റം, നല്ല ഇംഗ്ലീഷുകാർ. നമ്മൾ ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരൊക്കെ പറയാം. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞൊരു സ്വിറ്റ്സർലൻഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഇംഗ്ലണ്ടും ഇന്ത്യയും തമ്മിൽ ഭയങ്കരമായിട്ട് അടുപ്പുണ്ടല്ലോ. നമ്മള് രാജ്യം ഭരിച്ചിരുന്നല്ലോ. പക്ഷെ നിങ്ങൾ എല്ലാവരും ചോദിക്കുന്ന മാതിരില്ല കേട്ടോ, ഇംഗ്ലീഷുകാർക്ക് ഇന്ത്യയോട് ഭയങ്കര ഇഷ്ടമാണ്. അല്ലാണ്ട് നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് വെള്ളക്കാരോട് ദേഷ്യക്കുന്നുണ്ട്. പക്ഷെ ഇംഗ്ലണ്ടുകാർക്ക് ഭയങ്കര ഇഷ്ടം ഇന്ത്യയോട്. അവര് they are regretting about what they have done in India. Okay, and actually ആരും പറയാനുള്ള ചെയ്തൊക്കെ ഭയങ്കര ഗ്രേറ്റ് ആയിട്ടൊന്നും. ഓക്കെ, അപ്പൊ നമുക്ക് അവരോട് ദേഷ്യം തോന്നേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇംഗ്ലീഷുകാരോട്. അപ്പൊ അങ്ങനെ ഉണ്ട്. പക്ഷേ സ്വിറ്റ്സർലൻഡ് ഫ്രണ്ട്ലിയാണ്. പക്ഷെ സ്വിറ്റ്സർലൻഡ് എന്ന് പറഞ്ഞ ഒരു ഡിസ്റ്റൻസ് അവർക്ക് അറിയില്ല ഇങ്ങനത്തെ കൾച്ചറുകൾ സാധനങ്ങൾ. അപ്പൊ അവർക്ക് കുറച്ച് സമയം വേണം ഇത് വേണ്ടി. അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ ഈ പാർട്ടിങ്, മദ്യപിക്കാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നു, പാർട്ടിങ് സാധനങ്ങളൊക്കെ സ്വിറ്റ്സർലൻഡ് അല്ല നല്ലത്, ഇംഗ്ലണ്ടാണ് നല്ലത്. ഓക്കെ, പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ മദ്യപിക്കില്ല. നമ്മൾ ഹെൽത്തിൽ ആവശ്യമാണ്. അപ്പൊ നമുക്ക് പറ്റിയ സ്ഥലം ഇതാ. ഞാൻ അവിടെ ഇതുവരെ ബാറിൽ തോന്നി ഞാൻ ഇതുവരെ പോയിട്ടില്ല. അപ്പോ പിന്നെ ഫുഡിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ ഇംഗ്ലണ്ടിൽ താമസിക്കുന്ന ഇടയിൽ സ്വിറ്റ്സർലൻഡിൽ വിസിറ്റ് ഒന്നുമില്ല. ഞാൻ ഒരു കൊക്കക്കോള മേടിച്ചു.
ഞാൻ ഇപ്പോൾ കൊക്കോളൊന്നും കുടിക്കാറില്ല. അപ്പം അന്ന് ഇങ്ങനെ ഇടയ്ക്കൊക്കെ അടിക്കാറുണ്ടായിരുന്നു. നിങ്ങൾ കുടിക്കാണ്ടിരിക്കുക പരമാവധി ഇങ്ങനത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ കൊക്കോള എന്ന് പറഞ്ഞാൽ ശരീരത്തിന് എല്ല് വരെ നിർമ്മിച്ചു. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുള്ളൂ, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലേ. ഞാൻ കൊക്കോള കുടിച്ചു, ഒരു കൊക്കോള കുടിച്ചു നോക്കിപ്പേ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഭയങ്കര വ്യത്യാസം. കൊക്കക്കോള പോലും ഹൈ ക്വാളിറ്റി ഒന്നും ഇവിടെ ഇംഗ്ലണ്ടിനല്ല മറ്റുള്ള രാജ്യത്തിനും എല്ലാ സാധനവും ഭയങ്കര ക്വാളിറ്റി കൂടുതലവിടെ. പക്ഷെ പൈസ കൂടുതലാ എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിൽ ഒരു കാപ്പി എനിക്ക് തോന്നുന്നു ഒരു ഇന്ത്യൻ മണി ഒരു 150 രൂപയ്ക്ക് കിട്ടും വേണമെങ്കിൽ ഒരു കോഫി. ഇവിടെ എന്ന് പറഞ്ഞാൽ 450 രൂപ 500 രൂപ വരെ ചിലപ്പോൾ വരും. ഓക്കെ, സ്വിറ്റ്സർലൻഡിൽ. അതോ ഇതിങ്ങ് ഓസ്ട്രിയ, ജർമ്മനി, ഇറ്റലി ഇവിടെയൊക്കെ പൈസ കുറവാണ്. അല്ല ഇവിടെ കൂടുതലും അവിടത്തേൽ ഒരുപാട് വരുമാനം കൂടുതലുണ്ട്. അപ്പം നിങ്ങൾ വല്ല നഴ്സുമാരോ ഡോക്ടേഴ്സോ IT ഫീൽഡോ എൻ്റെ റെക്കമെൻഡേഷൻ നിങ്ങൾ സ്വിറ്റ്സർലൻഡിലേക്ക് ട്രൈ ചെയ്യുക. നിങ്ങൾ പ്രശാന്ത് സുന്ദരമായ ഒരു ലൈഫ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ. ഓക്കെ, പിന്നെ സ്ട്രെസ് ഉണ്ടല്ലോ മലയാളികൾക്ക് എന്തൊരു സ്ട്രെസ്. അല്ല ഞാനൊരു ഗ്രാമത്തിൽ നിന്നുള്ളത് എനിക്കൊരു സ്ട്രെസ്സും ഇല്ല. പക്ഷെ ഇവിടെ ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രെസ്സാണ്. ഇംഗ്ലണ്ടിലുള്ള ആൾക്കാർക്ക് സ്ട്രെസ് ഉണ്ട്, പക്ഷെ വളരെ കുറവുള്ളൂ. നമുക്ക് അങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ല. അതൊരു വ്യത്യാസമാണ്. അപ്പം നിങ്ങൾ ഭയങ്കര ഹൈ സ്ട്രെസ് ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വിറ്റ്സർലൻഡിലേക്ക് ഞാൻ നിർത്തിയിട്ടാ. ഗ്രീൻ ടീ. അപ്പം നിങ്ങൾ ഫ്രൂട്ട് സലാഡ് കഴിക്കുക, ഗ്രീൻ ടീ കഴിക്കുക, ഹെൽത്തി ലൈഫ്. ഓക്കെ, ഹെൽത്തി ഫുഡിന് പ്രത്യേകത എന്ന് പറയും. നമ്മൾ ഹെൽത്തി ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അപ്പം നമുക്കിങ്ങനെ എന്തെങ്കിലും ഹെൽത്തി ഭക്ഷണം ഡ്രിങ്ക് കഴിക്കാന്നുള്ളൂ. നിങ്ങൾ നോക്കിക്കേ, നിങ്ങൾ പിസ്സ അങ്ങനെ എന്തെങ്കിലും അൺഹെൽത്തി ഫുഡ് ആണെങ്കിൽ നമുക്ക് അപ്പം തന്നെ ചിലപ്പോൾ കൊക്കോളി കഴിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹെവി ആണല്ലോ. ഇങ്ങനത്തെ ഫുഡ് കഴിക്കും നമുക്ക്. അപ്പോൾ ഹെൽത്തി ഫുഡ് നിങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി തന്നെ നിങ്ങൾക്ക് ഹെൽത്തി ഭക്ഷണത്തിനോട് നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നും. ഓക്കെ, അപ്പോൾ സ്ട്രെസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മായിയുടെ മോൻ, അവന് പ്രത്യേകിച്ച് സ്ട്രെസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും എൻ്റെ അമ്മായിയുടെ മോൻ ഇറ്റലിയിൽ താമസിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ സ്വിറ്റ്സർലൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ലാംഗ്വേജ് ഉണ്ട്. നമ്മുടെ ഇന്ത്യമാതിരി തന്നെ ഓരോ സ്ഥലത്തും വേറെ വേറെ ലാംഗ്വേജുകളും കുറച്ച് വ്യത്യാസമുള്ള കൾച്ചറുകളാണ്. ഇപ്പം നമ്മൾ മലയാളികളുടെ കൾച്ചറല്ലല്ലോ തമിഴ്നാട്ടിൽ. നമ്മളുടെ അതിർത്തി കഴിഞ്ഞാൽ തന്നെ നമ്മൾ ആ കംപ്ലീറ്റ് മാറി. അപ്പം അതുമാതിരി തന്നെ, പക്ഷെ നമ്മൾ ഒരു രാജ്യമാണല്ലോ. തമിഴ്നാട് ഇപ്പോൾ കേരളം ഒരു രാജ്യമാണല്ലോ. അപ്പോൾ ഇതുമാതിരിയാണ് സ്വിറ്റ്സർലൻഡിൽ. ഓക്കെ, അപ്പോൾ സ്വിറ്റ്സർലൻഡിൽ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ഭാഷ എന്ന് പറഞ്ഞാൽ ജർമ്മനാണ്. എൻ്റെ അമ്മായിയുടെ മകൻ സ്വിറ്റ്സർലൻഡ് വിസിറ്റ് ചെയ്യണം. അവർ ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷെ വേറെ സ്ഥലത്ത്. അപ്പോൾ അവിടെ അവർ യൂസ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റാലിയനാണ് സംസാരിക്കുന്നത്. ലുഗാനോ എന്ന് പറഞ്ഞ സ്ഥലം, അടിപൊളി സ്ഥലം അത്. പക്ഷെ അവിടെ ഇറ്റാലിയനാണ് സംസാരിക്കുന്നത്. പക്ഷെ സ്വിറ്റ്സർലൻഡാണ്, പക്ഷെ സംസാരിക്കുന്നത് ഇറ്റാലിയൻ. പക്ഷെ നമ്മൾ താമസിക്കുന്ന പറഞ്ഞാൽ, ഞാൻ താമസിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജർമ്മനാണ് സംസാരിക്കുന്നത്. പക്ഷെ സ്വിറ്റ്സർലൻഡിൽ കൂടുതൽ ആൾക്കാരും ജർമ്മനാണ് സംസാരിക്കുന്നത്. ഓക്കെ, നമ്മുടെ നാട്ടിലുള്ള ഇന്ത്യയിലത്തെ ഹിന്ദിമാരിയാണ് ഇവിടെ ജർമ്മൻ എന്ന് പറഞ്ഞാൽ അത്ര കൂടുതൽ. ഇപ്പോൾ ഇന്ത്യയിലായിട്ട് കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്നത് ഹിന്ദിയാണല്ലോ. അപ്പം അങ്ങനെ എൻ്റെ കസിൻ ലുഗാനോയിൽ വന്നിട്ട് അവൻ പറയാ, പാർക്കിൽ പോയിട്ട് അവൻ പറയാ, പാർക്കിലിരിക്കുന്ന ആൾക്കാർ അവർ പാർക്കിൽ പോകുന്നത് ലുഗാനോയിൽ ഇറ്റാലിയൻ ഭാഷ സംസാരിക്കുന്ന സ്വിറ്റ്സർലൻഡിലെ അവിടെ പോയിട്ട് അവൻ പാർക്കിലിരിക്കാൻ വന്നിട്ട് അവൻ പറയാം, ആ പാർക്കിലിരിക്കുന്ന ഒരാൾ പോലും ആ പാർക്കിന്റെ ബ്യൂട്ടി ആസ്വദിക്കണില്ലെന്ന്, ഒക്കെ ഭയങ്കര സ്ട്രെസ്സാണ്. അപ്പം ഞാനവരോട് പറഞ്ഞേ, ഞാനിവിടെ എന്നും പാർക്കിൽ പോകാറുണ്ട്. സാധാരണഗതിയിൽ ഞാൻ താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ജർമ്മൻ പാർട്ടാണ്. ഈ ജർമ്മൻ പാർട്ടിൽ ഭയങ്കര, ഇറ്റാലിയൻ പാർട്ട് സ്വിറ്റ്സർലൻഡിലും കൂടുതൽ സ്ട്രെസ് കൂടുതലാണ് ഇവിടെ അതിനേലും. പക്ഷെ ഞാനിവിടെ പാർക്കിൽ പോകാറുണ്ട്. എനിക്കായിരിക്കും അങ്ങനെ പ്രത്യേകിച്ച് സ്ട്രെസ് ഇങ്ങനെ ഞാൻ നോക്കാറൊന്നുമില്ല എന്ന് പറഞ്ഞു. അത് നമ്മളുടെ റിഫ്ലക്ഷൻ നമ്മളെപ്പോഴും കാണുക. നമ്മളുടെ ഉള്ളിൽ ഹാപ്പിനെസ് ഉണ്ടെങ്കിൽ, നമുക്ക് സന്തോഷം ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയും ഹാപ്പി ആയിരിക്കാൻ പറ്റും. ഇതൊക്കെ റിഫ്ലക്ഷന്. ഇപ്പം അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ചിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ സെയിം കാര്യത്തിന് ഇപ്പം എല്ലാവരും കോപിക്കില്ല. അതുമാതിരി സെയിം തമാശയ്ക്ക് എല്ലാവരും ചിരിക്കില്ല. ഇപ്പം നമ്മൾ സിനിമയ്ക്ക് പോകുമ്പോൾ പറഞ്ഞാൽ ഒരു ഇന്നസെന്റ് ഒരു തമാശ പറയുകയാണെങ്കിൽ എല്ലാവരും സിനിമ തിയേറ്ററിലുള്ള ചിരിക്കില്ലല്ലോ.
ആ മാതിരി ഇപ്പം നമ്മളൊരു 5 ഫ്രണ്ട്സ് പോകുമ്പോൾ ഒരാൾ ചൂടാവുന്ന എടുത്ത് പണി എല്ലാവരും ഒരുമിച്ച് ചൂടാവില്ല എന്ന് പറഞ്ഞാൽ ഒക്കെ നമ്മുടെ റിഫ്ലക്ഷനാണ്. റൂമി എന്ന് പറയുന്ന ഒരു ഭയങ്കര ജ്ഞാനി പറയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ദ ബ്യൂട്ടി വാട്ട് യു സീ ഇൻ മീ ഈസ് റിഫ്ലക്ഷൻ ഓഫ് യുവർ സെൽഫ്. എന്നിൽ കാണുന്ന സൗന്ദര്യം, നീ എന്നിൽ കാണുന്ന സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ആ നിന്റെ സൗന്ദര്യത്തിന്റെ പ്രതിഫലനമാണ് നീ എന്നിൽ കാണുന്ന പറയുന്നത്. ഓക്കെ, അപ്പൊ നീ എന്നിൽ കാണുന്ന അഗ്ലിനെസ്സും അത് പ്രതിഫലനാണ്. അപ്പൊ അവന് കുറച്ച് ചിലപ്പോൾ സ്ട്രെസ്സൊക്കെ ഉണ്ടായിരിക്കാൻ ചിലപ്പോൾ, പക്ഷെ അവൻ പ്രത്യേകിച്ച് അങ്ങനെ ഇവിടുത്തെ സ്ട്രെസ് അങ്ങനെ ഒന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് അവൻ അത് നോട്ടീസ് ചെയ്ത്, ഞാനത് നോട്ടീസ് ചെയ്യാറില്ല, അതൊന്നും ശ്രദ്ധിക്കാറില്ല. ഓക്കെ, അപ്പോൾ സ്ട്രെസ്സ് നിങ്ങൾ ടെൻഷൻ അതുമാതിരി ആൻസൈറ്റി ഒക്കെ ഉള്ളത് അതുമാതിരി അങ്ങനെയുള്ള ആൾക്കാർ സ്വിറ്റ്സർലൻഡിൽ വരാതിരിക്കാനുള്ളത്. ഓക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ഇത് ഒരുപാട്, അതുകൊണ്ട് നമുക്കൊക്കെ എൻ്റെ മാതിരത്തെ ഫീൽഡിനൊക്കെ ഭയങ്കര ഇവിടെ ആൾക്കാർ ഒരുപാട് ചെയ്യുന്നു പറഞ്ഞാൽ ഇവിടെ ആൾക്കാർ ഭയങ്കര ഹൈ സ്ട്രെസ്. ഇവിടെ ഈ ആൾക്കാർ പറഞ്ഞ മാതിരി ഒന്നും ചെയ്യുന്നില്ല. സ്വിറ്റ്സർലൻഡും അമേരിക്ക നല്ല വ്യത്യാസം. ഞാൻ അമേരിക്കയിൽ നിങ്ങൾ ആവശ്യം പോലെ കേട്ടിട്ടുണ്ട് ഗൺ ആൾക്കാർ ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ അവിടെ അവർക്ക് ഗൺ തോക്ക് കൊണ്ട് കൊടുക്കുന്ന ലൈസൻസ് ഉണ്ട് അമേരിക്കയിൽ. പക്ഷെ സ്വിറ്റ്സർലൻഡിലും ഉണ്ട് ഈ തോക്ക് കൊടുക്കുന്ന കൊണ്ട് നടക്കുന്ന ലൈസൻസ്. ഇവിടെ എല്ലാവരും തോക്കുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇവിടെ ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ഒരു ഇതാണ്. അപ്പോൾ ഇവിടുത്തെ ആൾക്കാർക്ക് സ്ട്രെസ് ഉണ്ട്. ഇംഗ്ലണ്ടിലത്തെ ആൾക്കാരോ അതായത് അമേരിക്കയിലത്തെ ആൾക്കാരോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേറെ അവരുടെ രാജ്യവും അവരുടെ മെൻറ്റാലിറ്റിയും ഇതും വ്യത്യാസമുണ്ട്. പിന്നെ അവർക്ക് വേറെ സോഴ്സ് ഉണ്ട് ഈ സ്ട്രെസ് ഇറക്കാൻ വേണ്ടി. ഇവിടുത്തെ ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ഇവർക്ക് സോഴ്സ് കുറവാണ് ഈ സ്ട്രെസ് കളയാൻ വേണ്ടി. അപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മൾ മൂടി ആയിട്ട് കാണാൻ പറ്റും ഇവിടെ. അത് നമുക്കത് ഇംഗ്ലണ്ടിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളോ നമുക്കത് കാണാൻ പറ്റില്ല. അപ്പോൾ സ്ട്രെസ് കാര്യങ്ങളുള്ളവർ നിങ്ങൾ സ്വിറ്റ്സർലൻഡിലേക്ക് വരണ്ട. പക്ഷെ അവരൊക്കെ നല്ല ആൾക്കാർ തന്നെയാണ്. പക്ഷെ നമ്മൾ മലയാളികൾക്ക് എന്നിട്ട് നമ്മള് ഗ്രാമർ സ്ട്രെസ് കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടുത്തെ ആൾക്കാരോട് പറയും ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ കറണ്ട് ഉണ്ടായാൽ മതി, വീട്ടിൽ കറണ്ട് ഉണ്ടായാൽ മതി, അത് ഞങ്ങളെ സന്തോഷിപ്പിക്കുന്നു പറയും. നമ്മള് ടി വി ഒരു ക്രിക്കറ്റ് കളി ഉണ്ടെന്ന് വെച്ച് നമ്മള് വീട്ടിൽ ചെല്ലുമ്പോ കറണ്ട് ഇട്ടാ എന്ന് പറഞ്ഞാൽ പിന്നെ ഹാപ്പി ചെയ്യുന്നത്. അപ്പൊ ഞാനിവിടെ ആൾക്കാരോട് പറയും കറണ്ട് വരെ ഞങ്ങൾക്കുള്ളത് ഞങ്ങളെ സന്തോഷിപ്പിക്കും. അപ്പൊ ഇവർക്ക് അറിയില്ല എന്നാൽ ഇവിടെ ജീവിതത്തിൽ ഒരിക്കലും കറണ്ട് പോകാറില്ല. കറണ്ട് ഇപ്പൊ പോയാലും ഇവർക്ക് അതിന്റെ ക്വാളിറ്റി ഇല്ല. അപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ളതിനെ പറ്റി ഒരിക്കലും നമ്മൾ ഇതല്ല. അപ്പൊ ഇവർ സ്ഥലങ്ങളിൽ ഇവർക്ക് എല്ലാം ഉണ്ടെങ്കിൽ പിന്നെ മനുഷ്യന്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ സന്തോഷം സ്വപ്നങ്ങളിലാണ്. നമുക്ക് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലും നമ്മുടെ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ ജോലി പഠിക്കുക, ജോലി ഇട്ട് ഒരു വീട് പണിയുക, അങ്ങനെയൊക്കെ ഒരു പോകത്തില്ല. അപ്പൊ നമുക്ക് ഫോക്കസിങ് ഓരോന്നില്. ഇവിടെ നിന്ന് ഇവർക്ക് എല്ലാം ഉണ്ട്. പിന്നെ എന്നിട്ടാണ് അപ്പൊ ഈ എല്ലാം ഉണ്ടാകുമ്പോ മനുഷ്യന്റെ ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ദുഃഖമുള്ളവര് ആർക്കാ? പണക്കാരാണ് അല്ലേ? അപ്പൊ അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പൊ എല്ലാവർക്കും ഒരു ഇതില്ല. ഇവർ കറണ്ട് പോയിട്ട് ഇവിടെ കറണ്ട് കുറച്ച് ഇംഗ്ലണ്ടിലോ കറണ്ട് പോയില്ല. ഞാൻ കുറച്ച് ഇംഗ്ലണ്ടിൽ വെച്ച് കറണ്ട് പോയി ആകെ തരിച്ചിരുന്ന് പോയി. ഒറ്റ പ്രാവശ്യം പോയിട്ട് ഹൈ സംഭവിക്കില്ലേ? അപ്പൊ അല്ല അതൊക്കെ ഞാൻ പറഞ്ഞ മാതിരി എൻ്റെ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുന്നേ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ മാതിരി നമ്മൾ യോഗയിലേക്കൊക്കെ വന്ന് നമ്മൾ സ്പിരിച്വാലിറ്റി, പിന്നെ നമ്മുടെ അച്ഛനൊക്കെ സ്പിരിച്വൽ ഇതൊക്കെ ആയിട്ട് ഭയങ്കര ബന്ധമുള്ളതാണ്. ഒരുപാട് വായിക്കുന്നതാണ്. അപ്പോൾ ഞാൻ പിന്നെ ഇതിൽ വന്ന് യോഗ ചെയ്തു. അപ്പം നമുക്കിങ്ങനെ ഓരോ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ യോഗക്കൂടെ അത് നമ്മൾ റിക്കവർ ചെയ്യുന്നു. അതുമാതിരി നമ്മുടെ ഡയറ്റ് കൺട്രോൾ ഇതൊക്കെ കൂടി നമ്മളെല്ലാം ഓക്കെയാണ്. പിന്നെ അത് മാത്രമല്ല ഫുൾ പവറാണ് വരണം. അപ്പം പിന്നെ നമ്മൾ ഈ ഫീൽഡിലേക്ക് വരണം. ഇത് തന്നെ നമ്മൾ ഫീൽഡായിട്ട് എടുക്കണം. ഓക്കെ, അതുമാതിരി നമ്മൾ ആയുർവേദ, പിന്നെ അതുമാതിരി തായ് യോഗ, മസാജ്, പിന്നെ ഹിപ്നോതെറാപ്പി, സൈക്കോതെറാപ്പി ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പ്രൊഫഷണലായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ അല്ല നമ്മൾ ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡല്ല. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ നമ്മളൊരു മനുഷ്യനെ ഞാൻ തല എങ്ങനെ പിടിച്ചെന്ന് പറയോ ഇപ്പൊ അല്ലാണ്ട് കുഴപ്പമൊന്നുമില്ല ഉണ്ടാവില്ലേ? കുഴപ്പമില്ല, നമ്മള് യോഗ സ്റ്റൈലിനാണ്.
പിന്നെ വെയിൽ ഇപ്പൊ നിങ്ങൾ വെച്ചിട്ടുണ്ടാവും നീങ്ങിരുന്ന പോരെന്നുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഈ ഫീൽഡിലേക്ക് വന്നത്. അപ്പൊ ഇത് ജനങ്ങൾക്കൊന്ന് ഇത് കൊടുക്കാൻ വേണ്ടി, പിന്നെ നമ്മൾ ഈ പറഞ്ഞ മാതിരി ഈ പറഞ്ഞ നമ്മളെ ചാനലൊക്കെ ഇത്തിരി വലുതായിട്ട് ഇതിന് കിട്ടുന്ന പൈസക്ക് നമ്മൾ നാട്ടിലത്തെ പാവങ്ങൾ കൊടുക്കുന്ന പരിപാടി. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ അപ്പം ഇങ്ങനത്തെ ഒരു ടേക്കിംഗ് കെയർ ഓഫ് ദം അങ്ങനത്തെ ഒരു ഇതായിരിക്കണം അവർക്ക് തോന്നണം. നമ്മളിൽ ഒരുപാട് ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പം ഒരുപാട് ആൾക്കാർ ഇപ്പം നമുക്ക് കൂടുതൽ ഒരു അട്രാക്ഷൻ തോന്നുന്നു കഴിഞ്ഞാൽ നമ്മളെ സ്നേഹിക്കുന്നു തോന്നുന്ന ഓരോരുത്തർ. ഇപ്പം കലാമണിനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. കലാമണി എല്ലാവരും നല്ല കൈ അയച്ച് സഹായിക്കുന്നതൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ. അപ്പം ആ ഒരു ഇത് ഞാനിവിടെ ആ രീതിയാണ് എന്ന് പറഞ്ഞാൽ കലാമണിന് വരില്ല, നമുക്ക് അവരെ പരമാവധി സ്നേഹിക്കുക. അപ്പം ഇതൊക്കെ ഏതുകൊണ്ടാണ് നമുക്കൊരു വിധം ഇവിടെ പിടിച്ചിങ്ങാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനത്തെ ഫീൽഡ്. അല്ലാണ്ട് ഇതൊരു കമ്പ്യൂട്ടർ ജോബോ അല്ലെങ്കിൽ മറ്റുള്ള ജോബിൽ നമ്മൾ ചെയ്യുന്ന ഒരു ഇതല്ലത്. അപ്പോൾ ഭക്ഷണ ഷോ ഇപ്പൊ കാര്യങ്ങളൊക്കെ പറയാനായി. അപ്പൊ നോക്കിയാൽ സുഹൃത്തുക്കളെ അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് പരിപാടി നിർത്താം. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ, പിന്നെ നിങ്ങൾക്ക് പരീക്ഷയും കാര്യങ്ങളില്ലെങ്കിൽ ബെല്ലൈക്കനും കൂടി നിങ്ങൾ ഓണാക്കി ഇടുക. കൂട്ടുകാരോട് പറയാം, നാട്ടുകാരന്മാരോട് പറയാം, നാട്ടുകാരോട് പറയാം. അപ്പം നമ്മളിതുമാതിരി പോസിറ്റീവിന് കുറച്ച് വീഡിയോസോ നല്ല ഫുഡ് ലൈഫ് സ്റ്റൈൽ അതുമാതിരി ട്രാവലിംഗ് ഇതെല്ലാം കൊണ്ടുവരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ശരി എന്നാ കിടക്കല്ലേ നമുക്ക് തൃശ്ശൂർ സ്റ്റൈലില് അല്ലേ. നിങ്ങൾക്ക് ഞാനിതിപ്പോൾ എന്നിട്ട് ചെയ്യാൻ പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഗ്ലാസ് ജാറിൽ എടുത്തിട്ട് നമ്മളിത് വെക്കും. ഗ്ലാസ് ജാറിൽ നമ്മളിത് വെക്കും. അപ്പോൾ നമുക്ക് പിറ്റേ ദിവസം നമുക്കിത് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇത് സാധനം അല്ലെങ്കിൽ ഫ്രൂട്ട്സ് സാധാരണ നമ്മൾ വീണ്ടും കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ഇത് പോവും. ഓക്കെ, അപ്പോൾ പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെടുത്ത് കഴിച്ചേക്ക് വേണമെങ്കിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ അത് തന്നത്. അപ്പോൾ ശരി എന്നാ. അപ്പോൾ പറഞ്ഞ വരില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ഗ്രീൻ ടീയും കൂടി കഴിച്ച് നമുക്ക് മംഗളം പാടി അവസാനം ചെയ്യാം. ശരി നോക്കണ. സുഖതമീ നാളിൽ പ്രണയശലഭങ്ങൾ അണയുമോരാഗദൂതുമായി. സുഖതമീ നാളിൽ പ്രണയശലഭങ്ങൾ